അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യപ്രകാശ്. നിയമസഭയിൽ SFIയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷമുണ്ടാവുമ്പോൾ ഒരു സംഘടനയെ മാത്രം താറടിക്കുന്നത് ശരിയല്ല. ഒരു പ്രത്യേക സംഘടനയെ ചൂണ്ടി വസ്തുതകൾ വക്രീകരിക്കരുതെന്നും ഇത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്നവരിലും അധികം SFIക്കാരാണ്. SFI ആയതുകൊണ്ട് മാത്രം 35ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇത്തരമൊരു അനുഭവം KSUവിന് പറയാനുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ശ്രമിക്കണമെന്നും M. വിൻസെന്റിന്റെ അടിയന്തര പ്രമേയത്തിന് മേൽ മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കൊല നടത്തുക, അതിലെ നിർലജ്ജം ന്യായീകരിക്കുക, കൊലയാളികളെ സംരക്ഷിക്കുക, ഇതാണ് പ്രതിപക്ഷ നേതാക്കൾ ചെയ്യുന്നത്. ഇടിമുറിയിലൂടെ വളർന്നുവന്ന പ്രസ്ഥാനമല്ല SFI. നിങ്ങൾ നടത്തിയ അക്രമങ്ങളെ നേരിട്ടുകൊണ്ട് അല്ലേ SFI വളർന്നു വന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പടിപടിയുള്ള വളർച്ചയായിരുന്നില്ലേ SFIയുടേത്? നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നത് ഞങ്ങളുടെ പണിയല്ല. തെറ്റിനെ തെറ്റായി തന്നെ പറയുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ കാണാതെ ക്യാമ്പസുകളിലാകെ ഗുണ്ടാവിളയാട്ടം എന്ന് പ്രചരിപ്പിക്കരുത്. പക്ഷപാതപരമായ പ്രചരണത്തിന് സങ്കുചിതം രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടാകാം. സർക്കാരിന് അത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.